നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളി വിദ്യാർത്ഥി ഒമാനിൽ മരിച്ചു. കണ്ണൂർ കുടിക്കിമുട്ട സ്വദേശി റാഹിദ് മുഹമ്മദ് റഫീഖ് എന്ന 20 വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത്. ദുബൈയിൽ നിന്നും കസബയിലേക്ക് പോവുകയായിരുന്ന ഹെവി പിക്കപ്പ് വാഹനം നിയന്ത്രണം വിട്ടു മറിഞ്ഞാണ് MBBS വിദ്യാർത്ഥി മരിക്കുന്നത്. ഈജിപ്തിൽ MBBS പഠിക്കുന്ന റാഹിദ് ഒരാഴ്ച മുമ്പ് കസബിൽ ജോലി ചെയ്യുന്ന പിതാവിൻ്റെ അടുത്ത് വന്നതായിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് കസബിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ഹറഫിൽ വെച്ച് അപകടം ഉണ്ടാകുന്നത്. പിതാവിൻ്റെ സഹോദരി പുത്രനൊപ്പം ഹെവി പിക്കപ്പ് വാഹനത്തിൽ ദുബായിൽ പോയി മടങ്ങി വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കസബിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ അകലെ ഹറഫിൽ വെച്ച് ഇവർ സഞ്ചരിച്ച പിക്കപ്പ് വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ റാഹിദ് അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. റോയൽ ഒമാൻ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം കസബ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പിതാവ് മുഹമ്മദ് റഫീഖ് ഇപ്പോൾ ഖസബിലാണ് ഉള്ളത്. ചക്കരക്കൽ സ്വദേശിനിയായ തസ്ലീമ മുഹമ്മദ് റഫീഖാണ് മാതാവ്. സഹോദരിമാർ റിസ്വാന BDS വിദ്യാർത്ഥി, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്, ഐഷ വിദ്യാർത്ഥിനി, മുണ്ടേരി ഗവൺമെൻറ് ഹൈസ്കൂൾ, റിസ വിദ്യാർത്ഥിനി, കാഞ്ഞിരോട് AUUP സ്കൂൾ. മൃതദേഹം ഖസബ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. KMCCയുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഖസബിൽ തന്നെ ഖബറടക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായി കസബ് KMCC പ്രസിഡന്റ് സിദ്ദിഖ് കണ്ണൂർ അറിയിച്ചു. കുടിക്കിമുട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വോളണ്ടിയർ ആയിരുന്നു റാഹിദ്. നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നേരത്തെ തന്നെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. റാഹിദിന്റെ വേർപാട് കുടിക്കിമുട്ട ഗ്രാമത്തെ നടുക്കിയിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ദുരന്ത വാർത്തയറിഞ്ഞ് റാഹിദിന്റെ വീട്ടിൽ അനുശോചനം അറിയിക്കാൻ എത്തുന്നത്.